കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ദ മെറ്റലർജി ഓഫ് ടൈറ്റാനിയം അല്ലേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ടൈറ്റാനിയം, ഹൗ ടൈറ്റാനിയം ഈസ് ഐസൊലേറ്റഡ് ഫ്രം ഇൽമനൈറ്റ് ഓർ റൂട്ടൈൽ. രണ്ട് ഓറിന്റെ പേര് ഓർമ്മിക്കുക, ഇൽമനൈറ്റ്, റൂട്ടൈൽ. ഇൽമനൈറ്റ് ഈസ് FeTiO3 and rutile is titanium dioxide, and from both we can first convert it into titanium tetrachloride by reaction with a carbochlorination, heating the purified ore with a carbon and a chlorine. That is mixing the purified ore with the powdered carbon and heating it in a current of a chlorine gas. The titanium is converted to titanium tetrachloride. It's a volatile liquid which can easily be purified by fractional distillation, and the purified titanium tetrachloride is reduced with metallic magnesium. That is the Kroll's process. That's a very important process in the case of titanium. KROLLL is Kroll's process, in which TaCl4 plus 2Mg will be giving Ta plus 2MgCl2, and the magnesium obtained can be purified from the remaining the titanium obtained can be freed from the remaining magnesium or magnesium chloride by leaching or washing with a dilute HCl, and the remaining residue of pure titanium is heated in a vacuum arc furnace. Titanium airly heated it will react with the components of the air, so it is heated in a vacuum arc furnace. In details number vacuum arc furnace under, of course, an inert atmosphere of argon, and we can see that it is converted into ingots. Ingots are the ingots are the metal piece bar ingots. അതാണ് കിട്ടുന്നത് സ്പോഞ്ചി ടൈറ്റാനിയം ആയിരിക്കും. നമ്മുടെ ക്രോസ് പ്രോസസ് വഴി കിട്ടുന്നത് സ്പോഞ്ചി ടൈറ്റാനിയം ആയിരിക്കും. ഒരുപാട് പെർഫോറേറ്റ് ദ്വാരങ്ങളൊക്കെ ഉള്ള വളരെ സ്പോഞ്ചി ആയിട്ടുള്ള ഒരു മെറ്റലിന്റെ ഷേപ്പിലാണ് കിട്ടുക. അതിനെ വാക്വം ആർക്ക് ഫർണസിൽ ഉരുക്കിയിട്ടാണ് ഇൻഗോട്ട്സ് ആക്കി മാറ്റുന്നത്. ഇത്ര ടൈറ്റാനിയം മെറ്റലിന്റെ പിന്നെ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിനോടുകൂടി നമ്മുടെ മെറ്റലർജി എന്നുള്ള പ്രോസസ് എല്ലാം കഴിഞ്ഞു. 5 മെറ്റൽസ് നമ്മൾ പഠിച്ചു. വൺ ഈസ് അയൺ, അലൂമിനിയം, നിക്കൽ, കോപ്പർ ആൻഡ് ടൈറ്റാനിയം. ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ചെറിയൊരു ഭാഗം കൂടിയുള്ളൂ. ദാറ്റ് ഈസ് അലോയ്സ്. കുറച്ച് ഒരു 4-5 അലോയ്സിന് പേര് പഠിക്കാനുണ്ട്. അതിന്റെ കോമ്പോസിഷൻ അലോയ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. അത് വാട്ട് മീൻ ബൈ അലോയ്? അലോയിന്റെ മലയാളം എന്താണ്? ദാറ്റ് ഈസ് ലോഹസങ്കരം. ലോഹസങ്കരം ഇസ് എ മിക്സ്ചർ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഇൻ വിച്ച് അറ്റ്ലീസ്റ്റ് വൺ ഈസ് എ മെറ്റൽ. ഒന്നിൽ കൂടുതലോ മെറ്റൽസോ നോൺ മെറ്റൽസോ കുഴപ്പമൊന്നുമില്ല, ഒരെണ്ണെങ്കിലും മെറ്റൽ വേണം. സാധാരണഗതിയിൽ ഒന്നിൽ കൂടുതൽ മെറ്റൽസിന് ഉണ്ടാവും. എന്തെങ്കിലും അലോയ്സ് നമുക്കറിയാം, ഒരുപാട് അലോയ്സ് നമുക്കറിയാം. സ്റ്റീൽ ഒരു അലോയ് നമ്മൾ നേരത്തെ സ്റ്റീൽ പഠിക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ്, വനഡിയം സ്റ്റീൽ, ക്രോം സ്റ്റീൽ, മാംഗനീസ് സ്റ്റീൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് അലോയ് സ്റ്റീൽസ് എന്ന ഗ്രൂപ്പ് പെട്ടാണ്. പല ടൈപ്പ് സ്റ്റീൽസ്, അതിൽ പല കമ്പോണൻസ്, വനഡിയോ, ക്രോമിയോ, മാംഗനീസോ, നിക്കലോ, കൊബാൾട്ടോ ഒക്കെ ചേർത്ത പല പല ടൈപ്പ് സ്റ്റീലുണ്ട്. ഓരോന്നിനും പ്രത്യേക അല്ലെങ്കിൽ പല പല ഉപയോഗങ്ങളുണ്ട്. അത് അലോയ് സ്റ്റീൽസ്. കുറച്ച് അലോയ്സ് നമുക്ക് പഠിക്കണം. ഒന്ന് എല്ലാവർക്കും വളരെ പരിചയമുള്ളതാണ് ബ്രാസ്, ബ്രോൺസ്, ജർമ്മൻ സിൽവർ, അൾനിക്കോ ആൻഡ് ഗൺ മെറ്റൽ. ഇത്തരം മെറ്റൽസിന്റെ ഇത്രയും അലോയ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ തൽക്കാലം പഠിക്കേണ്ട. എന്താണ് ഇതിന്റെ കമ്പോണൻസ്, അതായത് ഇതിൽ പ്രധാനപ്പെട്ട മെറ്റൽസ് എന്തൊക്കെയാണ്, പിന്നെ അതിന്റെ ഒരു ഉപയോഗം, 1-2 ഉപയോഗങ്ങൾ പഠിച്ചാൽ മതി. അതനുസരിച്ച് മാത്രം കൂടുതലൊന്നും പഠിച്ച് നമ്മൾ വിഷമിക്കണ്ട, നമുക്ക് സമയം കുറവാണ്. ബ്രാസും ബ്രോൺസും നമ്മൾ വളരെ കൂടുതൽ കേട്ടാണ്. ബ്രാസും ബ്രോൺസും പ്രധാനമായിട്ടും കോപ്പറിന്റെ അലോയ്സ് ആണ്. ഇതിലും കോപ്പർ ഉണ്ട്, ഇതിലും കോപ്പർ ഉണ്ട്. പിന്നെന്താ ഉള്ളത്? ബ്രാസ് ആണെങ്കിൽ ബ്രാസ് മലയാളത്തിൽ എന്താ പറയാ? പിച്ചള എന്ന് പറയും. പിച്ചള പാത്രങ്ങള്, പിച്ചള അലങ്കാര വസ്തുക്കള്, മനസ്സിലായില്ലേ? പിച്ചള ആണികള്, സ്ക്രൂ എല്ലാം കണ്ടില്ല? പിച്ചള സ്ക്രൂ എന്ന് കണ്ടില്ല, സ്ഥലത്ത് ഉപയോഗിക്കും. അതേപോലെ എന്താണ്, ഇതൊക്കെ ഉണ്ടാക്കാനാണ് ബ്രാസ് ഉപയോഗിക്കുക. ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ബ്രാസ് പിച്ചള എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ കമ്പോണൻസ് ഉണ്ട്. പ്രധാനമായിട്ടുള്ള അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കോമ്പോസിഷൻ തന്നെ കോപ്പർ ആൻഡ് സിങ്ക്. ബുക്കിലെ പെർസെന്റ് 60-20 കൊടുത്തില്ല, 60-40 കൊടുത്തിട്ടുണ്ട്. നമ്മൾ അധികം എഴുതേണ്ട. ചില സ്ഥലത്ത് ഇതിനോട് കുറച്ച് ടിന്നൊക്കെ കാണും, അതും ശ്രദ്ധിക്കേണ്ട. പ്രധാന കമ്പോണൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? കോപ്പർ ആൻഡ് സിങ്ക് ആണ് ബ്രാസിലുള്ളത്. ബ്രാസ്
മനസ്സിലായില്ലേ? ഡോർ നോബ്സ്, ഇവിടെ ഡോർ നോബ് തിളങ്ങുന്നില്ലേ? ഹിഞ്ചസ്, ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? വിജാഗിരി, ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഹിഞ്ചസ്. ഇതൊക്കെ നിങ്ങൾ വിഷമിക്കണ്ട, എഴുതുന്നില്ല, അതുകൊണ്ടാണ്. ഡോർ നോബ്സ്, ഹിഞ്ചസ്, സ്ക്രൂസ്, ഇതൊക്കെ ഉണ്ട്. പിന്നെ ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ബ്രാസ്. ഇനി ബ്രോൺസില്ല, ബ്രോൺസ് കോപ്പർ എണ്ണപ്പെടുന്നത് അതിൻ്റെ കൂടെ ടിന്നാണുള്ളത്. ശ്രദ്ധിക്കുക, സിംഗിത് മാറിപ്പോയി. ഇതിൽ സെന്റ് കാണും, പക്ഷെ അത് അപ്പുറമുള്ളത്. ഇതിൽ എസ് കാണും, അത് ഇപ്പുറം എഴുതാം. ബ്രാസ്, കോപ്പർ ആൻഡ് ടിൻ എന്ന് പറഞ്ഞാല് എന്താണ്? ബ്രാസ് അല്ല, ബ്രോൺസ് ആണ്. ശ്രദ്ധിക്കുക, ബ്രോൺസിൽ ഒരു സെറ്റ് ഉണ്ട്. അപ്പൊ കോപ്പർ ആൻഡ് സിങ്ക് അല്ല, കോപ്പർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടാണ്. എനിക്ക് തിരിച്ചു വരാൻ വളരെ സൗകര്യമാണ് ഓർത്ത് വെക്കാൻ അല്ലേ? ബ്രോൺസും ബ്രോൺസും. പക്ഷേ യഥാർത്ഥത്തിൽ ബ്രോൺസിലുള്ളത് കോപ്പറും ടിന്നുമാണ്. കോപ്പറും ടിന്നും, മറ്റേത് കോപ്പറും സിങ്കുമാണ്. മാറിപ്പോയത്. മനസ്സിലായില്ലേ? അത് മനസ്സിലായല്ലോ. ഇനി ബ്രോൺസ് എന്താ? ബ്രോൺസ് മലയാളത്തിൽ എന്താ പറയാ? ഇത് എന്താണ്? ബ്രാസിന് മലയാളത്തിൽ എന്താ പറയുന്നത്? പിച്ചള എന്ന് പറയും. ഇവര് ഓട് എന്ന് പറയും. ഓട്ട് പാത്രങ്ങൾ കണ്ടില്ലേ? ഓട്ട് പാത്രം എന്ന് പറഞ്ഞിട്ടില്ലേ? ഓട്ടിന്റെ പാത്രങ്ങൾ, അതായത് വെസൽസ്, യൂട്ടൻസിൽസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. മനസ്സിലായില്ലേ? ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടാക്കാൻ ബ്രോൺസ് ഉപയോഗിക്കും. മറൈൻ ഫിറ്റിംഗ്സ് ഉണ്ടാക്കാൻ, മറൈൻ ഫിറ്റിംഗ്സ്, സബ്മേർജില്, വെള്ളത്തിലൊക്കെ. കാരണം ഇത് റോഡ് ചെയ്യുന്ന സ്ഥലമാണ് ബ്രോൺസ്. പിച്ചള, സ്പ്രിങ്, ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ബ്രോൺസ്. ഒന്ന് രണ്ട് ആവശ്യങ്ങൾ അതിൻ്റെയും ഓർത്ത് വെക്കുക ബ്രോൺസിൻ്റെ. പിന്നെ ഉള്ളത് ജർമ്മൻ സിൽവർ ആണ്. ജർമ്മൻ സിൽവറില് കോപ്പറ്, നിക്കല്, സിങ്ക്. ശ്രദ്ധിക്കുക, അതിൽ സിൽവർ ഇല്ല. സിൽവർ എന്ന് പേരേ ഉള്ളൂ. ഈ പേര് വരാം കാരണം ഇത് സിൽവറി വൈറ്റ് ആയിട്ടുള്ള ഒരു അലോയാണ്. കോപ്പർ, നിക്കൽ ആൻഡ് സിങ്ക്, ജർമ്മൻ സിൽവർ. ജർമ്മൻ സിൽവർ എന്ന് പറയും. മനസ്സിലായില്ലേ? ഈ ജർമ്മൻ സിൽവർ സിൽവറി ആയതുകൊണ്ട് തന്നെ സിൽവർ പ്ലേറ്റ്ലെറ്റ്, കട്ട്ലറി. കട്ട്ലറി എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ, എന്തറിയാം? കട്ട്ലറി, സിൽവർ പ്ലേറ്റ്ലെറ്റ്, കട്ട്ലറി ഉണ്ടാക്കാൻ ഉപയോഗിക്കും ജർമ്മൻ സിൽവർ. തിളങ്ങുന്ന സാധനമാണ്. നല്ല സിൽവർ പോലെ കണ്ടാലുണ്ട്, സിൽവർ പോലെ. അതിൽ സിൽവർ ഇല്ല എന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ജർമ്മൻ സിൽവറില് സിൽവറില്ല, കോപ്പറാണ്, നിക്കല്, സിങ്ക്, ഇത് മൂന്നാണ് അതിലുള്ളത്. നിക്കൽ ഉണ്ട്, ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സിൽവർ പ്ലേറ്റ്, കട്ട്ലറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഹൈ ക്വാളിറ്റി ഈ താക്കൽ, വെള്ളി പോലെ തിളങ്ങുന്ന താക്കൽ, ഹൈ ക്വാളിറ്റി കീസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഡെക്കറേഷൻ ഐറ്റംസ്, സിൽവർ പോലെയുള്ളതുകൊണ്ട് ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടാക്കുക. കോസ്റ്റ്യൂം ജ്വല്ലറി, ഡ്രസ്സിന് നമ്മളിങ്ങനെ വെള്ളി പോലെ തിളങ്ങുന്ന, വെള്ളിയൊന്നല്ല കണ്ടില്ലേ? അത് എന്താണ്? പലപ്പോഴും അത് ജർമ്മൻ സിൽവർ ആയിരിക്കും. അത് ക്ലിയർ ആവുന്നുണ്ടോ? ജർമ്മൻ സിൽവർ. പിന്നെ സിപ്പർ, നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ വലിയ സിപ്പർ. ഇപ്പൊ പ്ലാസ്റ്റിക് ആണ്, മുമ്പേ ഒക്കെ. ഇപ്പോഴുണ്ട് മെറ്റാലിക് ആണ്, ജീൻസിന്റെ നമ്മളൊക്കെ കാണാൻ വലിക്കുന്ന സിപ്പർ, അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ജർമ്മൻ സിൽവറിന്റെ ഉപയോഗങ്ങൾ. ശ്രദ്ധിക്കുക, ജർമ്മൻ സിൽവർ. ഞാൻ പറഞ്ഞു, ഓരോ അലോയിലും എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതിന്റെ ഒന്നോ രണ്ടോ ഉപയോഗങ്ങൾ, അത് ഓർത്ത് വെക്കുക. അൾനിക്കോ, ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലായി. അൾനിക്കോല് അലൂമിനിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്. പക്ഷെ ഇതൊന്നല്ല, അതിന്റെ കൂടെ എന്തുണ്ട്? അയൺ ഉണ്ട്. അയൺ, അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട് നമ്മൾ അൾനിക്കോൽ. അയൺ കൂടുതൽ ശ്രദ്ധിക്കുക. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് മാത്രമല്ല അയണിന്റെ പേരിൽ വരുന്നില്ല. മനസ്സിലായില്ലേ? അൾനിക്കോ, അയൺ, അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്. ഇത് ഹൈ മാഗ്നറ്റിക് സാധനമാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് എ വെരി സ്ട്രോങ് പെർമനന്റ് മാഗ്നറ്റ്സ്. പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അൾനിക്കോ എന്ന് പറഞ്ഞ അലോയ്. മനസ്സിലായില്ലേ? സ്ട്രോങ് പെർമനന്റ് മാഗ്നറ്റ്സ് യൂസ്ഡ് ഇൻ ഡിഫറെന്റ് എക്യുപ്മെന്റ്സ്, ജസ്റ്റ് ലൈക്ക് ലൗഡ് സ്പീക്കേഴ്സ്, മൈക്രോഫോൺസ്. ഇതിലൊക്കെ മാഗ്നറ്റ് വേണം. ഇതിലൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നത് അൾനിക്കോ ഉപയോഗിക്കുന്നത്. അൾനിക്കോ അതിന്റെ പ്രധാന ഉപയോഗം തന്നെയാണ്. അൾനിക്കോ ശ്രദ്ധിക്കുക. അയൺ, അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്, അൾനിക്കോ. പിന്നെ ഉള്ളത് ഗൺ മെറ്റൽ ആണ്. ഗൺ മെറ്റൽ, ഗൺ മെറ്റലിലും കോപ്പർ, സിങ്ക്, ടിൻ, ഇത് മൂന്നാണ്. കോപ്പർ, സിങ്ക് ആൻഡ് ടിൻ, ഗൺ മെറ്റൽ. ഗൺ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്, അതുകൊണ്ട് അതിന്റെ പേരാണ് ഗൺ മെറ്റല്. ചെറിയ ചെറിയ ഐറ്റംസ്, സ്മോൾ ഐറ്റംസ് ലൈക്ക് ബട്ടൺസ്. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജീൻസിന്റെ മുകളൊക്കെ മെറ്റാലിക് ബട്ടൺ കാണുന്നത് മിക്കവാറും അത് ഗൺ മെറ്റലിന്റെ ആയിരിക്കും. ഗൺ മെറ്റൽ സ്മോൾ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഗൺ മെറ്റൽ. ശ്രദ്ധിക്കുക, കോപ്പർ, സിങ്ക്, ടിൻ. ഈ 5 അലോയ്സ് ആണ് നമ്മുടെ സിലബസ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിന്റെയും
അടങ്ങിയിരിക്കുന്ന മെറ്റൽസും അതിന്റെ ഒന്നോ രണ്ടോ ഉപയോഗങ്ങളും ഓർത്ത് വെക്കുക. മനസ്സിലായില്ലേ? മിക്കവാറും ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് സേ ജർമ്മൻ സിൽവർ അൾനിക്കോ എന്നോ വാട്ട് ആർ ദി യൂസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു റൈറ്റ് 1 or 2 യൂസസ്, പിന്നെ അതിന്റെ കോമ്പോസിഷനും ഓർത്ത് വെക്കുക. മറന്നു വരുത്. ഇതെല്ലാം ബ്രാസും ബ്രോൺസും രണ്ടുപേരെ പോലെയാണ്. ഒന്ന് കോപ്പറും സിങ്കും ആണ്, ഒന്ന് കോപ്പറും ടിന്നും ആണ്. ബ്രാസിൽ കണ്ടാൽ ബിയും എസും കാണും, പക്ഷെ അത് ശ്രദ്ധിക്കുക, അത് എന്താണ് കോപ്പറും ടിന്നും ആണ്. ഇവിടെ പലപ്പോഴും ആൾക്കാർ സിങ്ക് സെറ്റ് കണ്ടിട്ട് സിങ്കാന്ന് നോക്കിയത്, സെറ്റ് കാണാത്തതാണ് സിങ്ക്, എസ് കാണുന്നതാണ് എന്താണ് ബ്രോൺസ്. മനസ്സിലായില്ലേ? എസ് കാണുന്ന ബ്രോൺസ് ആണ്, സെറ്റ് കാണുന്നത് രണ്ടും കോപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കും. അത് ഓർത്തൊക്കെ എളുപ്പമാണ്. കോപ്പർ പിന്നെ ബ്രോൺസ്, ബ്രോൺസിന് സെറ്റ് ഉണ്ട്, അപ്പൊ സിങ്ക് അല്ല ടിന്നാണ്. ബ്രാസ് അതിൽ എസ് ഉണ്ട്, ടിന്നല്ല സിങ്കാണ്. നേരെ തിരിച്ചാണ്, ഓർത്ത് വെക്കാൻ എളുപ്പത്തിന്. പിന്നെ ജർമ്മൻ സിൽവർ അതങ്ങനെ കോപ്പർ നിക്കൽ സിങ്കും. അല്ലിക്കൊരു ഓർത്തൊക്കെ വളരെ എളുപ്പമാണ്. അലൂമിനിയം നിക്കൽ കൊബാൾട്ട് ശ്രദ്ധിക്കുക. അതിനേക്കാളൊക്കെ പ്രധാന അയണാണ്, ഏറ്റവും കൂടുതൽ അയണാണ്. അയൺ അലൂമിനിയം നിക്കൽ ആൻഡ് അലോയ് ഓഫ് അയൺ സെറ്റിൻ iron alloy that is mixed with aluminum, nickel and cobalt and of course gunmetal. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കും ആലോചിച്ചില്ല. അതും അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ചെറിയൊരു കാര്യം കൂടി ആ ചാപ്റ്റർ തീരുവാണ് നമ്മള്. അത് കാര്യമായിട്ടൊന്നുമില്ല. അത് ചെറിയൊരു മെറ്റലിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പോലെ നമ്മൾ ഇത്രയും മെറ്റൽസിനെ പറ്റി പഠിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ സാധനം പഠിക്കേണ്ടതെന്ന് വെച്ചിട്ടുള്ള കാര്യം മാത്രമാണ്. പേര് കേട്ടിട്ടൊന്നും പഠിക്കണ്ട. ഇൻട്രാമെഡുലറി റോഡ്സ് സിലബസിൽ പറഞ്ഞ ചെറിയ കാര്യമാണ്. ഇൻട്രാമെഡുലർ റോഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ ഏതെങ്കിലും കുട്ടികളൊക്കെ കുട്ടികളോ വലിയ ആളും ശരി വീണ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ കിഡ്സി തെറ്റിപ്പെന്ത് സാധനം ചെയ്യുന്നത് ഇങ്ങനെ പ്ലാസ്റ്റർ ഇടും. പ്ലാസ്റ്റർ ഇടുന്നത് എന്തിനാണ്? ഈ പൊട്ടിയിൽ രണ്ടും നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ട് അനക്കാതെ വെച്ചാൽ നേച്ചുറലായിട്ട് അത് പതുക്കെ ജോയിൻ ഉണ്ടാവും. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. അത്രയേ ഉള്ളൂ. അതൊരു മെഡിസിൻ ഒന്നുമല്ല. എന്തിനാണ് ചെയ്യുന്നത്? ആ ഭാഗത്തെ ഇമ്മൊബിലൈസ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഈ പ്ലാസ്റ്റർ ഇടുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്കറിയാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചിട്ടുള്ള ഒരു കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം അനങ്ങൂല. ഇവിടെ പഠിക്കുന്നെങ്കിൽ നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് കഴുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തിന് യാതൊരു അനക്കവും ഉണ്ടാവും. അനക്കം ഇല്ലാതാവുമ്പോൾ തന്നെ യോജിച്ച ഭാഗങ്ങൾ എന്താവും? പതുക്കെ യോജിക്കും. പൊട്ടിയ ഭാഗം പതുക്കെ യോജിക്കും. നിലപാട് തനക്കിക്കൊണ്ടിരുന്ന ഒരിക്കലും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്ന ഒരിക്കലും അത് യോജിക്കില്ല. അങ്ങനെ യോജിപ്പിക്കാൻ വേണ്ടി, അനക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്ലാസ്റ്റർ ഇടുന്നത്. അതിന് പകരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇൻട്രാമെഡുലറി റോഡ്സ്. ഈ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് സെറ്റാകുന്ന കാര്യം നമുക്കറിയാം. ഒരാൾ എന്തൊക്കെ മുറിഞ്ഞിട്ടൊക്കെ എല്ല് പൊട്ടിയിട്ട് പ്ലാസ്റ്റർ ഇട്ട് ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾ ചാറ്റുകൾ അനുഭവം ഉണ്ടാകുന്നു. നമ്മുടെ വീട്ടിലായിരുന്നു സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് കാലം ഇങ്ങനെ വെച്ചിരിക്കണം. അപ്പൊ യുദ്ധകാലത്തിലൊക്കെ ഒരുപാട് പട്ടാളക്കാർക്ക് ഇങ്ങനെ ഫ്രാക്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ അധികം നേരം നിൽക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ അതിനേക്കാൾ എളുപ്പത്തിൽ മനസ്സിലുണ്ട്, അതിനേക്കാൾ എളുപ്പത്തിൽ നമ്മൾ പൊട്ടി എല്ലുകളെ യോജിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇൻട്രാമെഡുലറി റോഡ്സ്. മെഡുലറി ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊരു ബോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോണാന്ന് തരുന്നത്. ഈ ബോണിന്റെ ഉള്ളിലുള്ള ഒരു ക്യാവിറ്റിയാണ് എന്ത്? മെഡുലറി ക്യാവിറ്റി എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് നമ്മുടെ എന്തുള്ളത്? ബോൺ മാരോ അല്ലെങ്കിൽ മജ്ജ എന്ന് പറയുന്ന സാധനമുള്ളത്. ഇവിടെ എന്തെങ്കിലും വിഷമിക്കണമെങ്കിൽ അപ്പൊ ഇവിടെ ഒരു എല്ല് പൊട്ടിക്കല്ല് ഇപ്പൊ പൊട്ടിന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് ഇമ്മൊബിലൈസ് വേണ്ടി ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിലേക്ക് ഒരു മെറ്റാലിക് റോഡ് കടത്തി വെക്കുക ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? intramedullary rods എന്ന് പറയുന്നത്. So intramedullary rods are those metallic rods which are introduced into as the medullary cavity of fractured bones. So these intramedullary rods are introduced into the എവിടെയാണ്? മെഡുലറി ക്യാവിറ്റി. മെഡുലറി എന്ന് വെച്ചാൽ എല്ലിന്റെ ഉള്ളിലുള്ള എന്താണ്? ഒരു ക്യാവിറ്റിയാണ്. In which is the present day the bone marrow etc. Okay, so here this rod is introduced so that appo endai potti bhagam അങ്ങോട്ട് വരങ്ങൂല. ഉടനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ്? ആ വിട്ടു വരങ്ങാത്തതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും ആ ഭാഗം ഉപയോഗിച്ച് നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലെ കാത്തേക്കണ്ട നമ്മുടെ എന്താണ്? പ്ലാസ്റ്റർ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചതുപോലെ ഒരുപാട് കാലം ഒന്നും കാത്തേക്കേണ്ടി വരില്ല. അതാണ് നമ്മുടെ ഇൻട്രാമെഡുലറി റോഡ്സ് എന്ന് പറയുന്നത്. ഇതിനൊരു പ്രശ്നമുള്ളത്, ഇങ്ങനെ ഒരു റോഡാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിയും അല്ലേ? ഇങ്ങോട്ടും ആവില്ലെങ്കിലും നമുക്കറിയാം ഇതിപ്പോ ഒരു ക്യാവിറ്റി ഇങ്ങനെ എല്ലുണ്ടാവില്ല. പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഇതൊരു കുട്ടിയില് അതിൻ്റെ വേറൊരു ഭാഗം. ഇതിന്റെ ഉള്ളിലുള്ള ക്യാവിറ്റിയില് ക്യാവിറ്റിയാണ്. ആ ക്യാവിറ്റി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ നമ്മുടെ ഇൻട്രാമെഡുലറി റോഡ്, ഇത് ചുവന്ന നിറത്തിൽ ഇൻട്രാമെഡുലറി റോഡാണ് നിൽക്കുക. ഈ റോഡ് ഇങ്ങനെ കടത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് അനുകൂലം നമുക്കറിയാം. പക്ഷേ എന്താണ്? ഇത് തിരിയും.
അപ്പോൾ സാധാരണ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഇതിനിങ്ങനെ ഒരാണി ഇട്ട് നട്ടിട്ടങ്ങ് മുറിക്കും. മനസ്സിലായില്ല? അത് നമ്മുടെ സ്ക്രൂഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അല്ലേ? യെസ്. അതിന് പറയുന്ന പേര് നെയിൽഡ് ഇൻട്രാമെഡുലറി റോഡ്സ്. സോ ദാറ്റ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരികയില്ല, ഇങ്ങോട്ടും അരങ്ങയില്ല, അത് വളരെ റിജിഡ് ആയിട്ടാണ് നിന്നോളൂ. That is what is called a intramedullary rods. And previously, stainless steel was used for this work. അപ്പോൾ ഈ റോഡ് മെറ്റൽ എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി കോസ്റ്റ്ലി ആണെങ്കിലും ടൈറ്റാനിയം ഈസ് യൂസ്ഡ് ഇൻ ദിസ് വർക്ക് ഫോർ ദിസ് പർപ്പസ്. ടൈറ്റാനിയത്തിൻ്റെ ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ മെക്കാനിക്കൽ ഫെയിലിയർ കുറവാണ്. മാത്രമല്ല അത് കൂടുതൽ ബയോ കമ്പാറ്റബിൾ ആണ്. ബയോ കമ്പാറ്റബിൾ ആണ് നമ്മുടെ ശരീരവുമായി യോജിച്ച് പോകുന്ന സാധനമാണ്, കൂടുതൽ യോജിക്കുന്ന സാധനം, ബയോ കമ്പാറ്റബിൾ. അപ്പം ശ്രദ്ധിക്കുക. So if you use a titanium rods instead of a stainless steel rods, you can see that രണ്ട് benefits ആണ്. ഒന്നെന്താണ്? it has less frequency for എന്തിനാണ് മെക്കാനിക്കൽ ഫെയിലിയറുള്ള സാധ്യത മറ്റേ അപേക്ഷിച്ച് വളരെ കുറവാണെന്നുള്ള ഒരു ഗുണമുണ്ട്. രണ്ടാമത്തെ ഗുണം എന്താണ്? അത് കൂടുതൽ ബയോ കമ്പാറ്റബിൾ ആണ് കമ്പയർഡ് ടു സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓക്കെ. നെയിൽഡ് ഇൻട്രാമെഡുലറി റോഡ്സ്. ഇങ്ങനെ റോഡ് വിട്ടിട്ട് ഇവിടെ രണ്ട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പൊട്ടിയ ഭാഗം അനങ്ങില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് മതി യോജിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ യോജിക്കുന്നത് വരെ അനക്കാതെ വെക്കാനുള്ള സമയമില്ലാത്ത ധൃതിയുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് ഈ സാധനം എഴുതുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ റിജിഡായിട്ട് അടുത്തേക്ക് നട്ടും ബോൾട്ടിട്ട് മുറുക്കി കഴിഞ്ഞാൽ പിന്നെ അനങ്ങില്ല. ഓക്കെ. That is what is called intramedullary rods, which is used for joining fractured bonds. They are actually metallic rods which are introduced into the intramedullary cavity of fractured bonds. ഓക്കെ. ഇതിനെ മനസ്സിലാക്കിയാൽ മതി. എളുപ്പമാണ് പരിശോധിക്കുക വെച്ചാൽ റൈറ്റ് നോട്ട് ആണെന്നോ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് നോട്ടായിട്ടൊക്കെ ചോദിക്കാൻ അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി നമ്മൾ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ അവസാനിച്ചു. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടേ ഉള്ളൂ. ദാറ്റ് ഈസ് മെറ്റലർജിയുടെ ചാപ്റ്റർ. ഓക്കെ. ഇനി ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മുമ്പൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഒരു പരീക്ഷ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇതിപ്പോൾ കാണുന്നറിയില്ല. ഒന്ന് ക്ലാസ്സിൽ ഞാൻ പറയുന്നതായിരിക്കും. ഒന്നൊരു പറയുകയാണ് ഹാവിങ് എ ഇന്റേണൽ എക്സാമിനേഷൻ ഫോർ ദി ഫസ്റ്റ് ചാപ്റ്റർ. ഈ മെറ്റലർജിൻ്റെ ചാപ്റ്ററിൽ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് സമ്മപ്പ് ചെയ്തതിനെ വളരെ കുറച്ചേ ഉള്ളൂ. എന്താണ് മെറ്റലർജി പഠിച്ചിരിക്കുന്നത്? മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ മെറ്റലർജിയിലുള്ള പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ മനസ്സിലായി. റോസ്റ്റിംഗ്, സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞ പോലെയുള്ള പരിപാടികൾ, കാൽസിനേഷൻ, റോസ്റ്റിംഗ്, സ്മെൽറ്റിംഗ്, റിഡക്ഷൻ, പിന്നെ എല്ലിംഗ്ഹാം ഡയഗ്രാം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം ജനറൽ മെറ്റലർജി, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പഠിച്ചത് മെറ്റലർജി ഓഫ് ഇപ്പോൾ കുറച്ച് നമ്മൾ പറഞ്ഞു അയൺ, നിക്കൽ, കോപ്പർ, ടൈറ്റാനിയം ആൻഡ് അലൂമിനിയം, 5 മെറ്റൽസിൻ്റെ മെറ്റലർജി. ഒരു 5 അലോയ്സ് കുറച്ചേ ഉള്ളൂ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതണം. എക്സാം എഴുതാൻ നിങ്ങൾക്ക് ഒരു അധികം സമയമൊന്നുമില്ല, ഒരാഴ്ച തരും. ഇതിപ്പം 25, ഇപ്പോൾ 2-ാം തീയതിയോ അല്ലെങ്കിൽ 2 വരെ 28 മാസമുള്ളൂ അല്ലേ? ഒരു 4-ാം തീയതി നമുക്ക് പരീക്ഷ ഉണ്ടാവും. അടുത്ത വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ. എന്തായാലും തിങ്കളാഴ്ച ക്ലാസ്സിൽ വരുമ്പോൾ പറയും. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇത് കാണുന്ന ആളുകൾ ശ്രദ്ധിക്കുക. യു ഹാവ് എൻ ഇന്റേണൽ എക്സാമിനേഷൻ ഓൺ ദി ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുണ്ട് ഒരു യൂണിറ്റ് ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇനി 2ാമത്തെ 3ാമത്തെ 4ാമത്തെ യൂണിറ്റ് ഉണ്ട്. അതിൽ നമ്മൾ നേരെ പോകുന്നത് കോഓർഡിനേഷൻ കോമ്പൗണ്ട്സ്. 4ാമത്തെ യൂണിറ്റ് ആണ്. നമ്മൾ +2 ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കോഓർഡിനേഷൻ കോമ്പൗണ്ട്സ് ഓർ കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. ഇന്നെടുക്കുന്നില്ല, അടുത്ത ക്ലാസ്സിലെടുക്കാൻ നമുക്ക് എന്തായാലും. എന്താണ് കോഓർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ളതും എന്താണ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ തുടങ്ങാം. അത് മിക്കവാറും നമ്മൾ കോളേജുകളുടെ ക്ലാസ്സിൽ വെച്ചായിരിക്കും നടക്കുക. ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ എടുക്കുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ഓൺലൈൻ എടുക്കും. ഇവിടെ നിങ്ങളുടെ ക്ലാസ്സിൽ റെഗുലർ ക്ലാസ്സിൽ എടുക്കുന്നത് റെഗുലർ ക്ലാസ്സിൽ എടുക്കും. രണ്ടും കൂടി മിക്സ് ആയിട്ട് എടുത്താൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും. ഒന്നാമത്തെ പ്രശ്നം തന്നെ ആരും കണ്ടിട്ടുണ്ടാവുള്ളതാണ്. നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് കാണുന്നത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അത് യോജിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മെറ്റലർജിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് നമ്മൾ ഓൺലൈനിൽ എടുത്തു. ഇനി നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് റെഗുലർ ക്ലാസ്സിൽ എടുക്കും. പിന്നെ വേറെ 2 യൂണിറ്റ് ഉണ്ട്. അത് നോക്കിയിട്ട് സൗകര്യം മിക്കവാറും ഓൺലൈനിൽ തന്നെ എടുക്കുക. കാരണം റെഗുലർ ക്ലാസ്സിൽ എടുക്കാനുള്ള സമയം നമുക്ക് തീരെ കുറവാണ്.
ഓക്കെ, കാണുന്നവർ ശ്രദ്ധിക്കുക, കാണാത്തവരോട് പറയുക, കഴിയുന്നത് ക്ലാസ്സുകളൊക്കെ കണ്ടു തീർത്ത് ഇതിൽ പരീക്ഷ എഴുതാൻ പറയാം. പരീക്ഷ എഴുതി കഴിഞ്ഞ് ഇന്റേണൽ പരീക്ഷയാണ് ശ്രദ്ധിക്കുക. ഇന്റേണൽ എക്സാമിന് ഇന്റേണൽ മാർക്കിന്റെ ഭാഗമാണ്. അതിന്റെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് എഴുതിയാൽ കൂടുതൽ മാർക്ക് കിട്ടി, ഇന്റേണൽ മാർക്കും കൂടുതൽ കിട്ടും. ഇതിലൊന്നും വെള്ളം ചേർക്കാൻ പറ്റില്ല. കാരണം ഇന്റേണൽ പരീക്ഷ എടുത്തിട്ട് വരാത്താക്കോ അല്ലെങ്കിൽ ഒരു മാർക്ക് കിട്ടാത്താക്കോ ഇന്റേണൽ മാർക്ക് ചോദിച്ചു വന്നാൽ തരാൻ പറ്റില്ല. കാരണം അത് നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ടെസ്റ്റ് അസൈൻമെന്റോ സെമിനാറൊക്കെ എങ്ങനെയെങ്കിലും ചെയ്താലും അതിനൊക്കെ മാർക്ക് കിട്ടും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റേണൽ മാർക്കിന്റെ കമ്പോണന്റ് ആയ ആ ഭാഗം കിട്ടുകയുള്ളൂ. മനസ്സിലായി? ശ്രദ്ധിക്കുക. അസൈൻമെന്റും സെമിനാറും ഒക്കെ ഉണ്ട്. സെമിനാറിന് എടുക്കാൻ സമയം നിൽക്കുന്നത് അസൈൻമെന്റ് നിങ്ങൾക്ക് ഉടനെ തരുന്നതായിരിക്കും. അന്നേരം അതിൽ ചെയ്യാം. സെമിനാർ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല. അങ്ങനെ പോട്ടെ കാര്യങ്ങൾ. അപ്പം ഇന്ന് ഇത് മതി. ഒരു പുതിയ ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ.